ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ. നിലമ്പൂർ സ്വദേശി പ്രബീഷിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രബീഷിന്റെ കാമുകിയും രണ്ടാം പ്രതിയുമായ രജനിയുടെ ശിക്ഷാവിധി 29-ന് പ്രഖ്യാപിക്കും. രജനി മറ്റൊരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒഡീഷയിൽ ജയിൽവാസത്തിലാണ്. ഇവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും രണ്ടാം പ്രതിയായ രജനിയുടെ ശിക്ഷാവിധി. ജൂലൈ 9 രാത്രി 9:30-ക്കാണ് പുന്നപ്ര തെക്കേമടം വീട്ടിൽ അനിത കൊല്ലപ്പെട്ടത്. പ്രതികളായ പ്രബീഷും രജനിയും ഒന്നിച്ചായിരുന്നു താമസം. ഇതിനിടെ പാലക്കാട് വെച്ച് പരിചയപ്പെട്ട അനിതയുമായി പ്രബീഷ് പ്രണയത്തിലായി. ഗർഭിണിയായതോടെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രബീഷ് തയ്യാറായില്ല. ഗർഭമലസിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് അനിതയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. കൈനഗരിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഇതിനിടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. രജനിയുടെ സഹായത്തോടെയായിരുന്നു നീക്കങ്ങൾ. ബോധരഹിതയായ അനിതയെ ഫൈബർ വെള്ളത്തിൽ കയറ്റി പള്ളാത്തുരുത്തി അരയന്തോടിന് സമീപം പൂക്കേതയാറ്റിൽ തള്ളുകയായിരുന്നു. 112 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ 82 പേരെ വിസ്തരിച്ചു. 131 രേഖകളും ഫൈബർ വെള്ളവും അടക്കം 53 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതി രജനിയുടെ അമ്മയും പ്രോസിക്യൂഷൻ അനുകൂലമായി സാക്ഷി പറഞ്ഞു. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 വധശിക്ഷ വിധിച്ചത്. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ രജനി ഒഡീഷയിൽ വെച്ച് ലഹരിക്കടത്ത് കേസിൽ വീണ്ടും പിടിയിലായി. നിലവിൽ റായ്ഗഡ് ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പ്രൊഡക്ഷൻ വാറന്റ് വഴി 29-ന് ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും രജനിയുടെ ശിക്ഷാവിധി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.